മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തുവും ലേഖയും കൂടി മഹിയോടായിട്ട് പറയുന്നുണ്ട്, കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഈ വാമദേവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അയാളാണ് കണ്ണൻ്റെ അച്ഛൻ്റെ വലങ്കയായിട്ട് തന്നെ നടന്നത്. എനിക്കിപ്പോൾ അതിലെല്ലാം വളരെ സംശയമുണ്ട് മഹി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മഹി ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. താനാണെങ്കിൽ ഈ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ ആരോടും പറയാതിരിക്കുന്നതുകൊണ്ട് മഹിയൊക്കെ ആണെങ്കിൽ അത് കേട്ടപ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നീട് മേഘനാഥനെയും പ്രതാപനെയുമാണ് കാണിക്കുന്നത്. അവർക്കാണെങ്കിൽ ഈ സംഭവത്തിൽ വളരെയേറെ സന്തോഷമാകുകയാണ്. അങ്ങനെ മേഘനാഥനും വാമദേവനും ആ സന്തോഷം ആഘോഷിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ ഈ ചതി ചെയ്യുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചില്ല. അവൻ്റെ ചങ്ക് തന്നെയാണ് അവൾ തകർത്തിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും അങ്കളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനും വാമദേവനും വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, നിൻ്റെ പെങ്ങൾ വേണം ഇനി അവനിക്ക് ഭാര്യയായിട്ട് വരാനെന്നെല്ലാം പറയുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി ഒരു അബദ്ധം സംഭവിക്കില്ല അങ്കിളെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് കരുണാലയത്തിൽ എത്തുന്ന മഹിയെ ആട്ടി ഇറക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ആരെ കാണാനാണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, എന്നെ കാണാൻ വേണ്ടിയാണ് എൻ്റെ മോള് വന്നിരിക്കുന്നതെന്ന് മോഹിനി പറയുന്നത് കേട്ട് മുത്തശ്ശി ആകെ ഞെട്ടി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വല്ലവൻ്റെയും കുഞ്ഞിനെയും വയറ്റിൽ കൊണ്ട് നടക്കുന്ന ഇവളെ ഈ വീടിനകത്തോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവളെ ചൂലെടുത്ത് അടിച്ചിറക്കി വിടടി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടായില്ല, എൻ്റെ മകളെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരികയും ചെയ്യുമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നെ കാണണമെങ്കിൽ അനന്തുവേട്ടൻ്റെ വീട്ടിലോട്ടോ അമ്പലത്തിലോട്ടോ വന്നാൽ മതി, അവിടെ വെച്ച് അമ്മയ്ക്ക് എന്നെ കാണാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്നും പോകുന്നു. പിന്നീട് കരുണയാണ് കാണിക്കുന്നത്. കരുണയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരികയാണ്. അന്നേരം സ്വാതിയാണെങ്കിൽ ഒരു ബുക്കാണെങ്കിൽ വളരെ സൂക്ഷ്മതയോട് തന്നെ വായിക്കുന്നു. അങ്ങനെ സ്വാതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സ്വാതി ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? ഒന്നുമല്ല ഏട്ടത്തി, പാചകം ചെയ്യുന്നതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണ്ടേ എന്നോർത്ത് ഞാൻ നല്ല ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. സ്വാതിയുടെ ഉദ്ദേശം കണ്ണനെ തൻ്റെ വലയിൽ വീഴ്ത്തി കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം അപഹരിക്കുക എന്നുള്ള മാത്രമാണ് സ്വാതിയുടെ ഉദ്ദേശം. അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇവരിട്ട് അറിയുന്നുമില്ല. പിന്നീട് മഹിയെ കാണാൻ വേണ്ടി അനന്തുവിൻ്റെ വീട്ടിലെത്തുകയാണ് കണ്ണൻ. അങ്ങനെ കണ്ണനോടായിട്ട് അനന്തു പറയുന്നുണ്ട്, നമ്മളെ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ മുഖംമൂടിയുള്ള ആളുകളെ കാണുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല കണ്ണ. അതുകൊണ്ട് നീ സൂക്ഷിക്കണം കണ്ണ, നിന്നെ വലയിൽ വീഴ്ത്താനായിട്ട് അവരെന്ത് പരിപാടി വേണമെങ്കിലും ഒപ്പിക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഇവരുടെ എല്ലാം പദ്ധതികളെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് എത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. പിന്നെ മഹിയെ കാണാൻ പോയിട്ട് വരുന്ന കണ്ണനെ ആണെങ്കിൽ ഇവരെല്ലാവരും കൂടെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കണ്ണൻ വരുന്നത് കണ്ട് ഇവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് കണ്ട് കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പോഴും എന്തൊരു സ്നേഹമാണ് എന്നോട്. എൻ്റെ മഹിയില്ലാത്ത തക്കം നോക്കി എന്നെ മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ ബന്ധുക്കളെന്നെല്ലാം കണ്ണന് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് സ്വാതിയാണെങ്കിൽ കണ്ണനെ ആഹാരമെല്ലാം വിളമ്പി കൊടുക്കുകയാണ്. അന്നേരം കരുണ പറയുന്നുണ്ട്, എല്ലാം ഉണ്ടാക്കാൻ അറിയാവുന്നവൾ പോയെന്ന് വിചാരിച്ച കണ്ണേട്ടൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുട്ടും വരരുതല്ലോ. അതുകൊണ്ടാണ് സ്വാതി ഇവിടെ നിന്ന് കണ്ണേട്ടനെ ഇങ്ങനെ പരിചരിക്കുന്നത്. സ്വാതി എല്ലാ കാര്യത്തിലും കണ്ണേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആരുമില്ല എന്നുള്ള വിചാരം കണ്ണേട്ടൻ ഉണ്ടാകരുതെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ഓഫീസിലെത്തുന്ന ഉണ്ണിയാണെങ്കിൽ നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മഞ്ജുവിനോടായിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ആ ഏട്ടത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന്? എനിക്കൊരു സംശയമുണ്ട്, ആ ബാലചന്ദ്രൻ സാറില്ലേ അയാളാണോ എന്നൊരു സംശയമുണ്ട് ആ ഏട്ടത്തിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ. കാരണം അയാളുമായിട്ട് സൈറ്റിൽ നിന്ന് സൈറ്റിലോട്ട് യാത്രയില്ലായിരുന്നോ? അതേസമയം ആ സമയത്തെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും ഏട്ടൻ അറിയാതെ തന്നെ എന്നെല്ലാം പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ മഞ്ജുവിന്. കാരണം അത് കണ്ണേട്ടൻ്റെ കുഞ്ഞാണെന്ന് മാത്രം ഇവരോട് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് മഞ്ജു ആകെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജു ഇരിക്കുകയാണ്. പിന്നീട് മേഘനാഥനാണെങ്കിൽ വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് കണ്ണൻ്റെ അടുത്ത് എത്തുന്നത്. കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ണൻ്റെ അടുത്തുനിന്ന് സ്വത്തുക്കൾ കൈക്കലാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മേഘനാഥനാണെങ്കിൽ കണ്ണൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്. തൻ്റെ പെങ്ങളെ കൊണ്ട് കണ്ണനെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് കണ്ണൻ്റെ സ്വത്തുക്കൾ മുഴുവനായിട്ട് എടുക്കണമെന്നുള്ള ഉദ്ദേശം തന്നെയാണ് മേഘനാഥനുള്ളത്. പക്ഷേ മേഘനാഥൻ വരുന്ന സൗണ്ട് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ എളുപ്പം തന്നെ വീൽ ചെയറിലോട്ട് ഇരിക്കുകയാണ്. കാരണം മേഘനാഥൻ ഇനി കണ്ടു കഴിഞ്ഞാൽ ഇത്ര നാൾ ചെയ്തിട്ടുള്ള നാടകമെല്ലാം പൊളിയില്ലേ എന്നോർത്ത് കണ്ണനാണെങ്കിൽ എളുപ്പം തന്നെ വീൽ ചെയറിലോട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്ന കണ്ണനാണെങ്കിൽ ഇവരുടെ താളത്തിനൊത്തു തന്നെ തുള്ളുകയാണ്. ശത്രുക്കളുടെ ഈ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ റിവ്യൂ ഇഷ്ടമാകാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.